ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വിദ്യാഭ്യാസ നയമാണ് അല്ലെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പം നമ്മുടെ കോളേജുകളൊക്കെ 4 വർഷ ബിരുദമൊക്കെ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന ആ പഴയ സംവിധാനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയിരിക്കുന്നത്. അതുപോലെ തന്നെ എംഫിൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് നിർത്തലാക്കിയത്. ഇങ്ങനെയുള്ള വലിയ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ NEP 2020യുടെ ഭാഗമായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി UGC എന്ന് പറയുന്ന ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് HESI എന്ന് പറയുന്ന ഒരു ബോഡി വരും, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡി വരും എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കൺഫേം ആയിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ കാര്യത്തില് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. അത് കുറച്ച് സമയം എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും BEdന്റെ കോളേജുകളെ എല്ലാം ഇത് ചെയ്യുന്ന NCTE അതുപോലെ UGC ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒറ്റ ഒരു ബോഡി ആയിട്ട് മാറും. അതായത് ഓരോ ഹയർ എഡ്യൂക്കേഷനിലെ ഈ പറയുന്ന ടീച്ചർ ട്രെയിനിങ്ങിന് BEd കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്ന NCTE ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഈ NCTEയും UGC ഒക്കെ ചേർന്നിട്ട് ഒരൊറ്റ ബോഡി ആയിട്ട് മാറും, HESI എന്ന് പറയുന്ന ഒരു ബോഡി. അപ്പൊ UGC എന്നുള്ള ബോഡി പതുക്കെ ഇല്ലാതെയായി പോകുന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല, അതൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ UGCയുടെ ചെയർമാനൊക്കെ മാറിയിട്ടുണ്ട്, അപ്പൊ ഇനി എന്തൊക്കെ ചേഞ്ചുകൾ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, HESI എന്ന് പറയുന്ന ഒരു ബോഡി വരണം, എല്ലാത്തിനും കൂടെ ഏകോപിപ്പിക്കുന്ന ഒരു ബോഡി വരണം എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇതുമായിട്ട് ബന്ധമില്ല, NEP 2020യുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ NEP 2020 മെൻഷൻ ചെയ്യുന്നുണ്ട് HESI. അപ്പൊ HESI പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം. ഓക്കെ, ഇവിടെ NEP 2020 ആദ്യം പറയുന്നത് ഇന്ത്യയെ ഒരു വിശ്വഗുരു ആക്കണം എന്നാണ്. വിശ്വഗുരു എന്ന് പറയുമ്പോൾ, വിശ്വം എന്ന് പറയുമ്പോൾ ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ എഡ്യൂക്കേഷനെ വളർത്തിയെടുക്കണം എന്നാണ് NEP 2020 മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വഗുരു, ഇന്ത്യയെ വിശ്വഗുരു ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, NEP 2020 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, പിന്നെ ഇതിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത്, അതായത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തത് കസ്തൂരി രംഗനാണ്, ഡോക്ടർ K കസ്തൂരി രംഗൻ. ഓക്കെ, അപ്പൊ ആരാണ് അതിന്റെ ചെയർമാൻ, അല്ലെങ്കിൽ ആരാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നൊക്കെ ചോദിക്കും. ഇനീഷ്യൽ സഹിതം ചോദിക്കാറുണ്ട്, ഞാൻ പറഞ്ഞില്ലേ DS കോത്താരി KS കോത്താരി എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനീഷ്യൽ വരെ ചേർത്ത് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഡോക്ടർ K കസ്തൂരി രംഗനാണ് ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. Okay, it aims to make India a global knowledge superpower. അത് തന്നെയാണ് വിശ്വഗുരു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വിശ്വഗുരു എന്ന് പറയുന്നതും ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ എന്ന് പറയുന്നതും സെയിം ആണ്. എങ്ങനെയാണ് ഇന്ത്യയെ ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ ആക്കേണ്ടത്, എങ്ങനെ ആക്കാൻ പറ്റും എന്നാണ് NEP പറയുന്നത്? ഇൻക്ലൂസീവ് ആക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ അഡോപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എല്ലാരും ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് അല്ലേ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ഈ ഡിസേബിൾഡ് ആയ കുട്ടികളും അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ അല്ലേ, പിന്നെ ഏബിൾഡ് ആയ കുട്ടികളും കൂടെ മിക്സഡ്. എക്സാക്ട്ലി. അതായത് ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ എല്ലാരും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ആർട്ടിക്കിൾ 21A പ്രകാരം കുട്ടികൾക്ക് അല്ലെ 14 വയസ്സിന് താഴെ വരെ കുട്ടികൾക്ക് എന്താണ് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർട്ടിക്കിൾ 45 അത് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് അല്ലാതിരിക്കുന്ന ചില സിറ്റുവേഷനിൽ ചില ആളുകളെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ പോകണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാലാണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ ആവുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി ആയിരിക്കണം. ഹോളിസ്റ്റിക് അപ്രോച്ച്, ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു സമീപനമായിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യാന്നുള്ളതല്ല, സമഗ്രമായിട്ടുള്ള മെത്തേഡ്, ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് ഒരു നോളേജ് സൂപ്പർ പവർ, ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ അല്ലെങ്കിൽ ഒരു വിശ്വഗുരു എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് NEP 2020 പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഡോക്ടർ K കസ്തൂരി രംഗനാണ്.
ഇവിടെ പറയുന്നത് ഇന്ത്യയെ ഒരു ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആക്കണം അഥവാ വിശ്വഗുരു ആക്കണം എന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് ഇൻക്ലൂസീവ്, പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് സ്വീകരിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. പിന്നെ NEP 2020 ആണ് MHRD എന്നുള്ള പേര് മാറ്റി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാക്കണം എന്ന് പറഞ്ഞത്. അതിന് മുന്നേ വരെ എന്തായിരുന്നു? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് MHRD എന്നായിരുന്നു. അത് മാറ്റിയിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ MOE എന്നാക്കണം എന്ന് നിർദ്ദേശം കൊടുത്തത് NEP 2020 ആണ്. അപ്പൊ MHRD മാറിയിട്ട് MOE ആയി എന്നുള്ള കാര്യം. അടുത്തത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. എന്താണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ? എല്ലാ കമ്മ്യൂണിറ്റിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ടെക്നോളജി ഒരുപാട് ഉപയോഗിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി റെസ്പെക്ട് ചെയ്യുന്നത്, എല്ലാ തരത്തിലുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യുന്ന, എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം. ലോക്കൽ കോണ്ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ എല്ലാവർക്കും റെപ്രസെന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇക്വിറ്റി, എല്ലാവർക്കും ഒരേ തരത്തിൽ ഒരേ ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇൻക്ലൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അല്ലെ. എക്സ്റ്റൻസീവ് യൂസ് ഓഫ് ടെക്നോളജി നമ്മൾ അവിടെ നേരത്തെ കണ്ടു. അപ്പൊ ടെക്നോളജി ഒരുപാട് ഉപയോഗിക്കുന്ന, എല്ലാവർക്കും റെപ്രസെന്റേഷൻ കൊടുക്കുന്ന, ഡൈവേഴ്സിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ആണ് NEP 2020 മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ. പിന്നെ ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? 10+2+3 എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഒക്കെ മാറ്റി. ഓക്കെ. മറ്റേതായിരുന്നു 10 വരെ ഒരു കാറ്റഗറി 10, പിന്നെ +1 +2 2, 3 എന്ന് പറയുന്നത് 3 വർഷം ബിരുദം അല്ലെ. ഇങ്ങനെയായിരുന്നു. 10+2+3 ആണ് അല്ലെ. നിങ്ങൾ നെറ്റിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അവിടെ കാണും 10+2+3 ആണോ എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പൊ 10+2+3 ആണ് നമ്മളൊക്കെ ഫോളോ ചെയ്തിരുന്ന പാറ്റേൺ. ഇനി NEP 2020 പ്രകാരം എങ്ങനെയാണ്? 5+3+3+4 ആണ് ഫോളോ ചെയ്യുന്നത്. അതിൽ 5 വർഷം എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അപ്പൊ കറക്റ്റ് ഏജ് അനുസരിച്ചിട്ട് മാത്രമാണ് ഓരോ ഔട്ടും ഉണ്ടാവും. അതായത് 10th പാസ്സാവുന്ന സമയത്ത് കറക്റ്റ് 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. അല്ലാതെ 14 വയസ്സുള്ള കുട്ടിക്കൊന്നും 10th അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതായത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിപ്പോ ഈ NEP 2020 ശേഷമാണ് അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നത്. മറ്റേത് ചെറിയ അതായത് അത്രയും എന്താണ് ഇപ്പൊ നേരത്തെയൊക്കെ PKG ഇരുത്തിയിട്ട് 14 വയസ്സ് 14 വയസ്സിലൊക്കെ 10th പാസ്സാവുന്ന അല്ലെങ്കിൽ 10th അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു. ഇനി അത് നടക്കില്ല. 15 വയസ്സ് കൃത്യമായാൽ മാത്രമാണ് നമുക്ക് 10th അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് എന്താണ്? 3 മുതൽ 8 വയസ്സ് വരെയുള്ള കാറ്റഗറിയാണ്. അപ്പൊ PKG ഒക്കെ അതിനകത്ത് വരും അല്ലേ, നമ്മൾ പ്ലേ സ്കൂളൊക്കെ വരുന്ന രീതിയിൽ. അപ്പൊ 3 മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത്. പിന്നത്തെ 3 വർഷം എന്ന് പറയുന്നത് 3, 4, 5 ക്ലാസ്സുകളാണ്. അപ്പൊ 3, 4, 5 ക്ലാസ് എന്ന് വെറുതെ പറയുമല്ല, അവിടെ പ്രായവും പറയുന്നുണ്ട്. 8 മുതൽ 11 വയസ്സ് വരെ. അപ്പൊ 5ാം ക്ലാസ് പാസ്സാവുമ്പോൾ 11 വയസ്സ് കൃത്യം. പിന്നെ 3 ക്ലാസ് വീണ്ടും. ആ 3 ക്ലാസ് ഏതൊക്കെയാണ്? 5 വരെ അല്ലേ പറഞ്ഞത്? 6, 7, 8, 11 മുതൽ 14 വരെ അല്ലെ. പിന്നെ 4 ക്ലാസ്സുകൾ, അതായത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. അതായത് 18 വയസ്സിൽ എന്തായിരിക്കണം? 12ാം ക്ലാസ് തീർന്നിരിക്കണം അല്ലെ. അങ്ങനെയാണ് അതിന്റെ ഒരു കാറ്റഗറൈസേഷൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ 5+3+3+4 ആണ് NEP 2020 ആ ഒരു ഡിവിഷൻ എന്നുള്ളത്. ഓക്കെ. ഇനി പറയുന്ന ഒരു കാര്യമാണ് മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ്? പണ്ടൊക്കെ 1 വർഷം പഠിച്ചിട്ട് ഡ്രോപ്പ് ചെയ്ത ആളുകളുടെ ക്വാളിഫിക്കേഷൻ +2 ആയിട്ട് ചുരുങ്ങും അല്ലെ. ഇപ്പൊ ഡിഗ്രി 1 വർഷം പോയി, അപ്പൊ 1 വർഷം പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിയാവുന്നില്ല എന്ന് മനസ്സിലായി, അങ്ങനെ നിർത്തി കഴിയുമ്പോൾ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും കിട്ടുന്നില്ല അല്ലെ. കാരണം അപ്പൊ നമ്മൾ ഡ്രോപ്പ് ചെയ്ത ഒരാൾക്ക് അയാളുടെ ക്വാളിഫിക്കേഷൻ എന്തായിട്ട് ചുരുങ്ങുവാണ്? +2 ആയിട്ട് ചുരുങ്ങുവാണ്. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പം 4 വർഷ ഡിഗ്രിയിൽ നമുക്ക് മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ഒരു കുട്ടി ഡ്രോപ്പ് ചെയ്യുവാണ്, അതായത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ കുട്ടിക്ക് ആ പെർട്ടിക്കുലർ കോഴ്സ് തുടരാൻ താല്പര്യമില്ല. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? അവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാം. ആ ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാം. അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതെന്താണ്? സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ. 1 ഇയർ കംപ്ലീറ്റ് ആയതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ. അതാണ് ഫസ്റ്റ് എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, 1 ഇയർ കഴിഞ്ഞിട്ട്. ഇനി 2 ഇയർ കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് തോന്നുന്നത് ഓക്കെ ഇത് ശരിയാവില്ല, നിർത്തുവാണെന്ന് വിചാരിക്കുക. അപ്പൊ 2 ഇയർ കഴിഞ്ഞിട്ട് ഈ കുട്ടി നിർത്തുന്നു. പാസ്സാവണം കേട്ടോ 2 ഇയേഴ്സ്, എന്നാലാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ 2 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, പാസ്സായി. ആ 2 വർഷത്തെ പാസ്സായി. ഓക്കെ. മറ്റേ നമ്മൾ 3 വർഷം ഡിഗ്രി പാസ്സായാലല്ലേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇത് 1 ഇയറിലെ കംപ്ലീറ്റ് പേപ്പറുകൾ പാസ്സായാൽ
1 ഇയർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി 2 ഇയറിലെ കംപ്ലീറ്റ് പേപ്പേഴ്സ് പാസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സർട്ടിഫിക്കറ്റ് ആണ്? ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ. ഇനി മൂന്നാമത്തെ വർഷമാണ് ഡിപ്ലോമ. ഇനി മൂന്നാമത്തെ വർഷമാണ് ഡ്രോപ്പ് ചെയ്യണം എന്ന് തോന്നുന്നതെന്ന് വിചാരിക്കാം. 3 വർഷം കഴിഞ്ഞിട്ട് 4ാമത്തെ വർഷം പോകാൻ താല്പര്യമില്ല, 3 വർഷം കൊണ്ട് നിർത്താനാണെങ്കിൽ 3 ഇയർ കഴിഞ്ഞാല് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. 3 വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. 4 വർഷം തികച്ചും കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഡിഗ്രി വിത്ത് റിസർച്ച് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ഇതാണ് NEP 2020യുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതാണ്. കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും അത് എല്ലാത്തിനും ബാധകമായിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിയമം വന്നു കഴിയുമ്പോൾ എല്ലാത്തിനും ബാധകമായിരിക്കും. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ കേസിൽ ഈ പറയുന്ന കുറെ ചേഞ്ചുകൾ UGC കൊണ്ടുവരാറുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി ഇനി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് UGC പറഞ്ഞിട്ടുണ്ട്. അതായത് ആലീഡ് സയൻസ് ഉണ്ടല്ലോ, ആലീഡ് മെഡിക്കൽ സയൻസ്, അതായത് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകളില്ലേ, ഇപ്പൊ നമ്മള് പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ വരുന്നതാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജി എന്നൊക്കെ പറയുന്നത്. മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോഴ്സുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള കോഴ്സുകൾ ഇനി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പാടില്ല എന്ന് നെറ്റ് വേണ്ട, PhD ക്വാളിഫിക്കേഷൻ മതി റിസർച്ച് ചെയ്യാൻ. അപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് UGCയുടെ ഒരു നീക്കമാണത്. അതായത് ആലീഡ് മെഡിക്കൽ സയൻസിനെ ഇനി ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല, കോളേജിൽ പോയി തന്നെ പഠിക്കണം, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് ഇപ്പം. അതുപോലെ തന്നെ മുന്നേ ബാർ കൗൺസിൽ എന്ന് പറയുന്നത് LLBയുടെ ഒക്കെ ബോഡിയാണ് അല്ലെ, LLBയുടെ ടോപ്പ് ബോഡിയാണ്. അപ്പോ ബാർ കൗൺസിലിന്റെ ഒരു റൂൾ ഉണ്ടായിരുന്നു, ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്ത ആളുകൾക്ക് ബാർ കൗൺസില് പ്രാക്ടീസ് ചെയ്യാൻ അനുമതി കൊടുത്തില്ല. അതായത് നമുക്ക് LLB വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ ഏതെങ്കിലും ഒക്കെ ഒരു കമ്പനിയിൽ എന്ത് ചെയ്യാം, അവിടുത്തെ ലീഗൽ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ ഡിസ്റ്റൻസ് ആയിട്ട് LLB പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ കേസൊന്നും വാദിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അതുപോലത്തെ ഒരു നിയമം എന്താണ് ഈ പറയുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കും ഇപ്പൊ വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാണ്. അപ്പൊ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഈ പറയുന്ന പോലെ കുറെ അധികം ചേഞ്ചുകൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കോൺട്രവേഴ്സിയും ഇതുപോലെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ UGC അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ക്ലിയർ ചെയ്ത് പോകും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വായിച്ചൊരു ന്യൂസ് ഈ സംഭവമാണ്. അതായത് ആലീഡ് മെഡിക്കൽ സയൻസിന് ഇനി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, കോളേജിൽ പോയിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ. നമ്മൾ ഇവിടെ നിർത്തിയിട്ട് മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും NEP 2020യുടെ ഒരു ആശയമായിരുന്നു. ഓക്കെ. ഇനി പിന്നെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് സെറ്റിംഗ് അപ്പ് ഓഫ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് അറ്റ് പാർ വിത്ത് IITs ആൻഡ് IIMs. IIT, IIM പോലുള്ള സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന, അറ്റ് പാർ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് അതിന്റെ പേര്? മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്, മേറു സെറ്റപ്പ് ചെയ്യണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചതും ആരാണ്? NEP 2020 ആണ്. അപ്പൊ മേറു ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാനത് റെഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ റിസർച്ചിന് മാത്രമായിട്ട് ഒരു അപെക്സ് ബോഡി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അതായത് UGC ആണ് ഇപ്പൊ റിസർച്ചിന്റെ കാര്യം കൂടെ നോക്കുന്നത് അല്ലെ. നമുക്കറിയാം ഇപ്പം PhD ചെയ്യുന്ന ആളുകൾക്ക് JRF ഉള്ളവർക്കാണെങ്കിൽ അതിന്റെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ UGC തന്നെയാണ്. അപ്പൊ റിസർച്ചുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ആര് തന്നെയാണ്? ഇപ്പം UGC ആണ്. അത് മാറിയിട്ട് റിസർച്ച് അപെക്സ് ബോഡി വേണം എന്ന് ഉള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനൊരു സജഷൻ പറഞ്ഞാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മേറു ആണോ? ഓക്കെ. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റി, IIT-യോടും IIM-നോടും ഒക്കെ കിടപിടിക്കുന്ന തരത്തിലുള്ള പുതിയ യൂണിവേഴ്സിറ്റി, അതാണ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത് എന്താണ്? രണ്ടിൽ കൂടുതൽ സബ്ജക്റ്റുകളൊക്കെ ഒന്നിച്ച് വരുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, BCom വിത്ത് IT, BCom വിത്ത് എന്താണ് ട്രാവൽ ആൻഡ് ടൂറിസം, ഇങ്ങനെയൊക്കെയുള്ള 2 ഡിസിപ്ലിനിൽ വരുന്ന, 2 വിഭാഗത്തിൽ വരുന്ന എന്താണ് 2 കോഴ്സുകളെ ഏകോപിപ്പിച്ചുകൊണ്ടൊക്കെ ഒറ്റ കോഴ്സായിട്ടൊക്കെ ചെയ്യുന്നതില്ലേ. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ മറ്റ് ഡിസിപ്ലിനും കൂടെ ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, ഇങ്ങനെയൊക്കെ പറയുന്ന കോഴ്സുകൾ ഉണ്ടല്ലോ. അപ്പോൾ ജേർണലിസം ഒരു ഡിസിപ്ലിൻ ആണ്,
കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മറ്റൊരു ഡിസിപ്ലിൻ ആണ്. ഇതിനൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റികൾ സെറ്റപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് IIT, IIM പോലുള്ള സ്റ്റാൻഡേർഡ് ഉള്ള യൂണിവേഴ്സിറ്റി ആണ്, ചുമ്മാ യൂണിവേഴ്സിറ്റി അല്ല. IIT, IIM-നോടൊക്കെ ഒപ്പം നമുക്ക് നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ് മേറു എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. അടുത്തത് പറഞ്ഞേക്കുന്നത് all higher education institutions shall aim to become multidisciplinary institution by 2040. 2040 ആവുമ്പോഴത്തേക്കും എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താവണം എന്നാണ് പറയുന്നത്? മൾട്ടി ഡിസിപ്ലിനറി ആവണം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കോഴ്സ് മാത്രമായിട്ട് ഒതുക്കി പോകുന്നതിൽ നിന്ന് മാറിയിട്ട് കോഴ്സുകളൊക്കെ മൾട്ടി ഡിസിപ്ലിനറി ആക്കണം എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കോഴ്സുകളും മൾട്ടി ഡിസിപ്ലിനറി ആക്കണം എന്ന് പറയുന്നത്. എല്ലാ കോളേജുകളും അല്ലെങ്കിൽ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവണം 2040 ആവുമ്പോഴത്തേക്കും. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഹയർ എഡ്യൂക്കേഷൻ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. എന്താണ് ഈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്? ഇപ്പൊ ഒരു സിറ്റി എടുക്കുവാണ്. ആ സിറ്റിയിൽ 30 കുട്ടികളുണ്ട്. ആ 30 കുട്ടികളും ഹയർ എഡ്യൂക്കേഷന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 100% ആയിരിക്കും. ഓക്കെ, എത്ര കുട്ടികളുണ്ടോ ആ അത്രയും കുട്ടികൾ അവിടെ എൻറോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 100% ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് 2035 ആവുമ്പോഴത്തേക്കും ഹയർ എഡ്യൂക്കേഷനിലെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 50% ഉയർത്തണം. അതായത് ഇപ്പോ ഒരു ലൊക്കാലിറ്റിയിൽ ഡിഗ്രി പഠിക്കാൻ പ്രായമായ 100 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിനകത്ത് 50 കുട്ടികൾ എന്ത് ചെയ്തിരിക്കണം? ഹയർ എഡ്യൂക്കേഷന് ജോയിൻ ചെയ്തിരിക്കണം. അതായത് 50% ആയിരിക്കണം ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. അപ്പൊ ഇപ്പൊ അത്രയും കുറവാണെന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോ 50% എങ്കിലും 2035 ആവുമ്പോഴത്തേക്കും ഹയർ എഡ്യൂക്കേഷന്റെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ അത്ര ആയിരിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഹയർ എഡ്യൂക്കേഷന് പോകണം നിർബന്ധമില്ല അല്ലെ. ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും പല കാര്യങ്ങൾക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് 100% ആളുകൾ അത് ജോയിൻ ചെയ്യണം എന്ന് പറയുന്നില്ല. 2035 ആവുമ്പോഴത്തേക്കും പകുതി പേരെങ്കിലും, ഒരു സ്ഥലത്തെ പകുതി പേരെങ്കിലും എന്ത് ചെയ്ത് ഹയർ എഡ്യൂക്കേഷനെ എൻറോൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി പ്രൈമറി എഡ്യൂക്കേഷനോ? പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രാഥമിക വിദ്യാഭ്യാസമാണ് അല്ലെ. അത് പക്ഷെ എന്താണ്? 2030 ആവുമ്പോഴത്തേക്കും 100% ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടിയിരിക്കണം. അതായത് 2030 ആവുമ്പോഴത്തേക്കും ഒരു ലൊക്കാലിറ്റിയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കണം എല്ലാവരും. അതായത് ആ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും എന്തായിരിക്കണം? പൂർത്തിയാക്കിയിരിക്കണം. അതാണ് 100% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 2030 ആവുമ്പോഴത്തേക്കും പ്രൈമറി എഡ്യൂക്കേഷന്റെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, ഗ്രോസ് എൻറോൾമെന്റ് ആണ്, ഗ്രോസ് GROSS, ഗ്രോസ് എൻറോൾമെന്റ് ENROLLMENT എൻറോൾമെന്റ് റേഷ്യോ. അപ്പൊ പ്രൈമറി എഡ്യൂക്കേഷന്റെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 100% ആക്കണം 2030 ആവുമ്പോഴത്തേക്കും. ഹയർ എഡ്യൂക്കേഷന്റെയോ 50% ആക്കണം 2035 ആവുമ്പോഴത്തേക്കും. ഓക്കെ, പിന്നെ മിനിമം 50% ഓഫ് ദി സ്റ്റുഡൻസ് ഷുഡ് ഗെറ്റ് എക്സ്പോഷർ ടു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ബൈ 2025. 2025 ആവുമ്പോഴത്തേക്കും 50% കുട്ടികൾക്കെങ്കിലും, ഇപ്പൊ 2025 ആയല്ലേ, ഇത് 2020-ലാണ് ഈ NEP വന്നിട്ടുള്ളത്. അപ്പൊ 2025 ആവുമ്പോഴത്തേക്കെങ്കിലും 50% കുട്ടികൾക്ക് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എക്സ്പോഷർ കിട്ടണം. അതായത് തൊഴിലധിഷ്ഠിത മേഖലകൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2025 ആവുമ്പോഴത്തേക്കും 50% കുട്ടികൾക്ക് വൊക്കേഷണൽ എഡ്യൂക്കേഷന് എക്സ്പോഷർ കിട്ടിയിരിക്കും. ഓക്കെ, ഇനി ഫോർ ഓഫറിംഗ് എ 4-year ഇന്റഗ്രേറ്റഡ് ടീച്ചർ പ്രിപ്പറേഷൻ പ്രോഗ്രാം, അതായത് B.Ed പ്രോഗ്രാമിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഫോർ ഓഫറിംഗ് എ 4-year ഇന്റഗ്രേറ്റഡ് ടീച്ചർ പ്രിപ്പറേഷൻ പ്രോഗ്രാം, all the teacher education institutions will be required to convert to multidisciplinary institutions by 2030. അപ്പൊ 2030 ആവുമ്പോഴത്തേക്കും എല്ലാ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്തായിരിക്കണം? മൾട്ടി ഡിസിപ്ലിനറി ആക്കിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് ടീച്ചർ പ്രിപ്പറേഷൻ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അതാണ് ആ 4-year ഇന്റഗ്രേറ്റഡ് ടീച്ചർ പ്രിപ്പറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡിഗ്രിയോടൊപ്പം തന്നെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ B.Ed പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് അത് മൾട്ടി ഡിസിപ്ലിനറി ആവേണ്ടത്. ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഇത് മൾട്ടി ഡിസിപ്ലിനറി ആവേണ്ടതെന്ന് പറഞ്ഞാൽ, മറ്റേത് നമ്മൾ ഡിഗ്രി
ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ബി എഡ് കോളേജ് പോയി പഠിക്കുന്നു അല്ലെ. അപ്പൊ രണ്ടും രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോ 2030 ആകുമ്പോഴത്തേക്കും ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താക്കിയിരിക്കണം, മൾട്ടി ഡിസിപ്ലിനറി ആക്കിയിരിക്കണം. അപ്പൊ അവിടെ ഡിഗ്രിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് വന്നാലാണ് ഈ പറയുന്ന ഒരു സംഭവം നമുക്ക് അവിടെ സാധ്യമാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ 4 ഇയർ ഇന്റഗ്രേറ്റഡ് ടീച്ചർ പ്രിപ്പറേഷൻ പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന രീതിയിലേക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തായിരിക്കണം, മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കണം 2030 ആകുമ്പോഴത്തേക്ക്. ഓക്കെ, അതിലൊക്കെ ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. അതിനിടയിൽ വീണ്ടും അത് 1 ഇയർ ആക്കുന്നൊക്കെയുള്ള ചർച്ച വേറെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? അടുത്തത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഫ്രം ക്ലാസ് 6. 6ാം ക്ലാസ് മുതൽ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അതായത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് 6ാം ക്ലാസ് മുതൽ തന്നെ പ്രൊവൈഡ് ചെയ്യണം എന്നും NEP 2020 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെയാണ് ഇവിടെ ഹെസിയുടെ കാര്യം പറഞ്ഞത്. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിൽ ബി സെറ്റപ്പ് ആസ് എ സിംഗിൾ അംബ്രല്ല ബോഡി ഫോർ എൻറ്റയർ ഹയർ എഡ്യൂക്കേഷൻ. അതായത് മൊത്തം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ടോപ്പ് ബോഡി ആയിട്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരണം. അതിൽ എന്തൊക്കെയാണ്? അതിന് 4 വെർട്ടിക്കൽസ് ആണ് പറയുന്നത്. ഈ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് 4 വെർട്ടിക്കൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് 4 വെർട്ടിക്കൽസ്? ഫസ്റ്റ് വൺ, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, UGC അതാണല്ലോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ UGC ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ബോഡി ഉണ്ടായിരിക്കും. അതായത് ഒറ്റ ബോഡിയാണ് ഹെസി. ഈ ഹെസിക്ക് 4 വെർട്ടിക്കൽസ് ഉണ്ടായിരിക്കണം. അതായത് ഒറ്റ ബോഡി എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിനെ 4ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യും. ഈ ഹെസിക്ക് 4 എന്താണ് ബോർഡുകൾ കൊടുക്കും, 4 വെർട്ടിക്കൽസ് കൊടുക്കും. അതിൽ ഒന്നാമത്തെ വെർട്ടിക്കൽ എന്താണ്? നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. അവരുടെ ഫംഗ്ഷൻ എന്താണ്? റെഗുലേറ്റ് ചെയ്യുക, മൊത്തം ഉന്നത വിദ്യാഭ്യാസത്തിന് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് NHERCക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഹെസിയുടെ ഭാഗം തന്നെയാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. NAC അല്ല കേട്ടോ ഇത്, മറ്റേത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ്. ഇത് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന ഗ്രേഡ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ NAC എന്ന് പറയുന്നത് മാറിയിട്ട് NAC എന്നാവും. ഓക്കെ, മൂന്നാമത്തെ വെർട്ടിക്കൽ എന്താണ്? ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ. ഗ്രാന്റ് കൊടുക്കുന്നത്, ഇപ്പൊ UGC ആണല്ലോ ഗ്രാന്റ് കൊടുക്കുന്നത്. അപ്പൊ അത് എന്തായിട്ട് മാറും? ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ, HEGC ഫോർ ഫണ്ടിങ്. ഇനി ലാസ്റ്റ് വെർട്ടിക്കൽ എന്താണ്? ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ, GEC ഫോർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും 4 വെർട്ടിക്കൽസോട് കൂടിയിട്ട് ഹെസി ഫംഗ്ഷൻ ചെയ്യണം എന്നാണ് NEP 2020 പറയുന്നത്. അപ്പൊ ഇതായിരിക്കും ഏറ്റവും ടോപ്പ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ആ 4 വെർട്ടിക്കൽസ് ഇമ്പോർട്ടന്റ് ആണ്. NHERC, NAC, HEGC, GEC. പിന്നെയാണ് 360 ഡിഗ്രി ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിന് NACയുടെ ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. അത് NACനെ റീപ്ലേസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ NAC ഇല്ലേ, നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ, അതാണ് NACന്റെ ഫുൾ ഫോം. NAAC NAC അതാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് NAC വരുന്നത്. ഓക്കെ, ഇനി 360 ഡിഗ്രി ഹോളിസ്റ്റിക് ആയിട്ടുള്ള പ്രോഗ്രസ് കാർഡ്. എന്താണ് ഈ 360 ഡിഗ്രി ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്? അതായത് നമ്മുടെയൊക്കെ പ്രോഗ്രസ് കാർഡ് എന്താണ്? മാത്സിന്റെയും സയൻസിന്റെയും ഒക്കെ മാർക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ചെയ്ത ആക്ടിവിറ്റികൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്? എല്ലാ തരത്തിലുള്ള ഒരു കുട്ടിയുടെ സമസ്ത മേഖലകളെയും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള 360 ഡിഗ്രി പ്രോഗ്രസ് കാർഡുകൾ കൊണ്ടുവരണം. അതായത് ഒരു കുട്ടിയുടെ ആ പ്രോഗ്രസ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ആ രീതിയിലായിരിക്കണം പ്രോഗ്രസ് കാർഡ് എന്നാണ് ആര് പറയുന്നത്? NEP പറയുന്നത്. ഓക്കെ ആണല്ലോ അത്. പിന്നെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് NEP 2020 റിലേറ്റഡ് ആയിട്ട്. ഇറ്റ് എംഫസൈസ് ദ നീഡ് ടു സ്റ്റാൻഡർഡൈസ് ദി ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്. ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് സ്റ്റാൻഡർഡൈസ് ചെയ്യണം എന്ന് എംഫസൈസ് ചെയ്തു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നളന്ദ, തക്ഷശില, വല്ലഭി, വിക്രംശില ആർ സം ഓഫ് ദി ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് മെൻഷൻഡ് ഇൻ ദ റിപ്പോർട്ട്. അപ്പൊ ഈ NEP 2020 റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നളന്ദ, തക്ഷശില, വല്ലഭി, വിക്രംശില. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ഏത് യൂണിവേഴ്സിറ്റിയാണ് NEP 2020 റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാത്ത എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് നമ്മൾ എന്താണ് ഡഫ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സൈൻ ലാംഗ്വേജ് അല്ലേ, അത് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അത് എല്ലായിടത്തും ഒരേ രീതിയിലായിരിക്കണം. അപ്പൊ പല ആളുകൾക്കും പല സൈൻ ലാംഗ്വേജ് ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ സംസാരശേഷി ഇല്ലാത്ത ആളുകളുടെ സൈൻ ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ സൈൻ ലാംഗ്വേജ് ആയിരിക്കും.
അവര് വളർന്ന സാഹചര്യത്തിനനുസരിച്ച് അവര് തന്നെ എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവര് തന്നെ കണ്ടെത്തിയ വഴികളായിരിക്കും. അതിന് മാറിയിട്ട് ഇങ്ങനെ സ്പെഷ്യൽ സ്കൂളുകളൊക്കെ കൊടുത്ത് അവർക്ക് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈൻ ലാംഗ്വേജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലെ? ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് കുറച്ചും കൂടെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഈസി ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് സൈൻ ലാംഗ്വേജ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന്റെ ആവശ്യകതയും ഇവര് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സൈൻ ലാംഗ്വേജ് ആവുമ്പോൾ അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള സംഭവമായി മാറും. അപ്പൊ നമുക്ക് ഏതൊരു സംസാരിക്കാൻ പറ്റാത്ത ഒരാളടുത്താണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സംസാരിക്കാൻ കഴിയാത്ത ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും അവർ ആക്ഷൻ കാണിക്കുന്നത്. അപ്പൊ എന്റെ വീടിന് അടുത്തൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ചേച്ചി യൂസ് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്, ഓക്കെ ഇത് ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന്. പക്ഷെ അതിന്റെ ആയിരിക്കണമെന്നില്ല വേറൊരാള് ഉപയോഗിക്കുന്നത്. അതേ കാര്യം കൺവേ ചെയ്യാൻ തന്നെ വേറൊരാള് വേറൊരു മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൈൻ ലാംഗ്വേജ് ആയിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവുക. അപ്പൊ അത് മാറ്റിയിട്ട് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സൈൻ ലാംഗ്വേജ് കൊണ്ടുവരണം. അങ്ങനെയാകുമ്പോൾ അതൊരു എന്താണ് യൂണിവേഴ്സൽ ഫോർമാറ്റിലേക്ക് വരികയും അവർക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഈ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമാവുകയും ചെയ്യും. മറ്റേത് അവർക്ക് നമുക്ക് അവരെ അറിയാവുന്നതുകൊണ്ടാണ് അവർ ഇതാ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അവർ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, അവർക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മറ്റേ ആളുകൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. കാരണം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സൈൻ ലാംഗ്വേജ് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ. ഈ സ്റ്റാൻഡേർഡൈസ്ഡ് സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ അത് എല്ലാവർക്കും കോമൺ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് സൈൻ ലാംഗ്വേജിൽ ഇത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേത് ഇൻഡിവിജ്വൽ ഉണ്ടാക്കുന്നതാകുമ്പോൾ ഇയാൾക്ക് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ഇതാ ഉദ്ദേശിച്ചത് പറയാനും പറ്റില്ല. അപ്പൊ മറ്റേ ആൾക്ക് മനസ്സിലാവാതെ വരും. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സൈൻ ലാംഗ്വേജ് കൊണ്ടുവരുന്നതിലൂടെ ഈ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി സ്മൂത്തർ ആക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ബോഡികളാണ് നോക്കാനുള്ളത്. ആദ്യം നമുക്ക് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC 1953 അത് ഫോം ചെയ്ത 1945 അത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന 1953. അപ്പൊ രണ്ട് ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്, 45ഉം 53ഉം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണോ കാണുന്നത് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 45ഉം കാണാം 53ഉം കാണാം. ഓക്കെ, it was formed in 1945 to oversee the work of 3 central universities of Aligarh, Banaras and Delhi. ശരിക്കും ഇത് വന്നത് ഈ 3 യൂണിവേഴ്സിറ്റികളുടെ ഫംഗ്ഷനിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അലിഗർ, ബനാറസ്, ഡൽഹി ഈ 3 യൂണിവേഴ്സിറ്റികൾ കൃത്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോഡി ആദ്യം ഫോം ചെയ്യുന്നത്. ഇറ്റ് ബിക്കെയിം എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇൻ 1956. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്? 3 തരം ബോഡികളാണ് നമുക്കുള്ളത് നോർമലി. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഭരണഘടനാ സംവിധാനത്തിന് അല്ലെ, ഭരണഘടനാ ബോഡി, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. മൂന്നാമത്തത് അഡ്വൈസറി ബോഡി. 3 തരം ബോഡികളാണ് ഉള്ളത്. ഒന്നാമത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടുള്ള ബോഡികളാണ്. ഇപ്പൊ PSC, UPSC കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ബോഡിയാണ്. അതുകൊണ്ട് തന്നെ UPSC എന്ന് പറയുന്നത് എന്താണ്? അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനയിൽ പരാമർശം വന്നിട്ടുള്ള ബോഡിയാണ്. ഓക്കെ, അപ്പൊ UGC നിങ്ങൾ അറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് UGC ഫോം ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും UGC കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് മുന്നേ തന്നെ എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, 1945 UGC ഫോം ചെയ്തിട്ടുണ്ട്. അന്നേരം കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കുന്നേ ഉള്ളൂ. എന്നാ പോലും കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശം വന്നിട്ടില്ല UGCയുടെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. ഇനി എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്? അതായത് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ട് ആക്ട് ആയിട്ട് വന്നിട്ടുള്ള ബോഡി ആണെങ്കിൽ അതെന്തായിരിക്കും? ഒരു ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബോഡി എങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് പറയാ. അപ്പൊ UGC എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട്, UGC ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് പാർലമെന്റിൽ പാസ്സായതിനു ശേഷമാണ് UGC ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UGC എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്ന് പറയാം. അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് വെറും ഒരു ഉപദേശക കമ്മിറ്റിയാണ്. അതൊരു ആക്ടിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ബോഡി ഒന്നും അല്ല. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. UGC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കി ആക്ട് ആയി വന്നതിന് ശേഷം
അതായത് ആക്ട് ആയിട്ടാണ് അത് ആ ഒരു ബോഡി വർക്ക് ചെയ്യുന്നത്. അതിന് UGC വെറും ഒരു ഉപദേശക കമ്മിറ്റി ആയിരുന്നു. പിന്നീട് 1953-ലാണ് 56-ലാണ് അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവുന്നത്. അതായത് പാർലമെന്റിൽ ബില്ല് പാസ്സാക്കി ഒരു ആക്ട് ആയിട്ട് വന്നു. അതിനുശേഷം പിന്നെ UGC എന്താണ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പൊ ഇനീഷ്യലി അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കാം. ഓക്കെ, സോ അലിഗഡ്, ബനാറസ്, ഡൽഹി എന്ന് പറയുന്ന 3 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഫംഗ്ഷൻ പ്രോപ്പർ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉപദേശക കമ്മിറ്റി മാത്രമായിരുന്നു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. പിന്നീട് 1956-ൽ അത് എന്തായി മാറി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയി ബൈ പാസിംഗ് എ ബിൽ ഇൻ ദി പാർലമെന്റ്. ക്ലിയർ ആണോ? ഓക്കെ. Formally inaugurated by Maulana Abul Kalam Azad, the then Minister of Education. ആ സമയത്ത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണത് ഫോർമലി ഇനാഗുറേറ്റ് ചെയ്തത് ഓൺ 28 ഡിസംബർ 1953. ഓക്കെ, അപ്പൊ അതാണ് ഫോർമലി ഇനാഗുറേറ്റ് ചെയ്ത ഡേറ്റ് ആണ് 1953. ഫോം ചെയ്ത 1945, ഫോർമലി ഇനാഗുറേറ്റ് ചെയ്ത 1953, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത് 1956. 3 ഡേറ്റുകളും ഓർത്തിരിക്കാം. ഫോംഡ് ഇൻ 1945, formally inaugurated in 1953, and became a statutory body in 1956. But now UGC is a statutory body in the law. Okay, I hope that's clear. The first chairperson, UGC, the first chairperson was Shanti Swaroop Bhatnagar. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളെ നോക്കണം. ഇപ്പൊ ജഗദീഷ് കുമാർ മാറിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള UGC ചെയർമാൻ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് അത് പഠിച്ചു വെക്കണം. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ചില സബ്ജക്ട് പേപ്പറിലെങ്കിലും GK എന്ന് പറയുന്നത് ആസ് സച്ച് ചോദിച്ചിട്ടില്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ UGCയുടെ ലേറ്റസ്റ്റ് ചെയർമാൻ ആരാണെന്നുള്ള ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതൊന്ന് പഠിച്ചു വെക്കുക. എന്താണ് ഫസ്റ്റ് ചെയർമാൻ വാസ് ശാന്തി സ്വരൂപ് ഭട്നഗർ. ഓക്കെ, ഇനി UGC മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അതായത് ഇതൊരു സെൻട്രൽ ബോഡി ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും അതിലത്തെ മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ 6 റീജിയണൽ സെന്റേഴ്സ് ഓഫ് UGC ഇൻ ഇന്ത്യ. UGCയുടെ 6 റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. പൂനെ, ഭോപ്പാൽ, കൊൽക്കത്ത, ഹൈദരാബാദ്, ഗുവാഹത്തി ആൻഡ് ബാംഗ്ലൂരു. ഓക്കെ, പിന്നെ എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ് നാക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. നാക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? നാക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ് ഇൻ ബംഗളൂരു. ഓക്കെ, അത് മാറിപ്പോയത്. നാക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരു ആണ്. അപ്പൊ ഇവിടെ നമ്മൾ UGCയുടെ റീജിയണൽ സെന്റേഴ്സ് പൂനെ, ഭോപ്പാൽ, കൊൽക്കത്ത, ഹൈദരാബാദ്, ഗുവാഹത്തി ആൻഡ് ബാംഗ്ലൂരു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഓർ KEB. നമ്മള് കോത്താരി കമ്മീഷൻ നമ്മള് എന്ത് പറഞ്ഞപ്പോഴേ കമ്മീഷൻ പറഞ്ഞപ്പോ KEB ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ KEB, വിച്ച് വാസ് ഫോംഡ് ഇൻ 1920. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആണ് KEB കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം ആദ്യമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെ? ഇൻ 1917. അതിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ KEB ഫോം ചെയ്യുന്നത് ഇൻ 1920. അപ്പൊ ഡേറ്റ് ഓർത്തിരിക്കുക. 1917 കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആണ് KEB ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത്. ആൻഡ് ഇൻ 1920 സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് ഫോംഡ്. ഓക്കെ, പിന്നെ അതിന്റെ ചെയർമാൻ ആരായിരിക്കും? എപ്പോഴും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ഓർ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും ദ ചെയർമാൻ ഓഫ് KEB. അപ്പൊ KEBന്റെ ചെയർമാൻ എപ്പോഴും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കും. HRD മിനിസ്റ്റർ എന്ന് പറഞ്ഞത് ആ സമയത്ത് ഇറ്റ് വാസ് MHRD. ഓക്കെ, പിന്നെയാണ് അത് MHRD മാറിയിട്ട് നമ്മൾ NEP 2020 ശേഷമാണ് ഇറ്റ് ബിക്കെയിം മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആയത്. സോ ആ സമയത്ത് MHRD മിനിസ്റ്റർ ആയതുകൊണ്ടാണ് MHRD മിനിസ്റ്റർ എന്ന് പറഞ്ഞേക്കുന്നത്. ബട്ട് നൗ ഓർത്തിരിക്കുക, ഇറ്റ് വുഡ് ബി ദി മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. KEBന്റെ ചെയർമാൻ വുഡ് ബി ദി മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, പിന്നെ എന്താണ് KEBന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അഡ്വൈസ് ഗവൺമെന്റ് ആൻഡ് അപ്പോയിന്റ് കമ്മിറ്റീസ് ഫോർ എഡ്യൂക്കേഷണൽ മാറ്റേഴ്സ്. അതായത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ അഡ്വൈസ് കൊടുക്കുക. അതായത് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ഏത് പാർട്ടിയാണ് സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നതെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം അവർക്കൊരു പുതിയ എഡ്യൂക്കേഷനിൽ ഇപ്പൊ NEP 2020 വരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് ആരായിരിക്കും? KEB ആയിരിക്കും. അപ്പൊ ഈ ബോഡിയാണ്
നമ്മുടെ ഉന്നതതല വിദ്യാഭ്യാസ നയങ്ങളും ഈ പറയുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് ഈ പറയുന്ന കെയ്ബ് അഡ്വൈസ് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റിൽ പാസ്സാക്കണം അല്ലെ, പാർലമെന്റിൽ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാലാണ് നമുക്കൊരു ഒരു നിയമം പാസ്സാക്കാൻ പറ്റുള്ളൂ. പാർലമെന്റിൽ ബില്ലായിട്ട് ഇത് അവതരിപ്പിക്കണം. അപ്പൊ ഇതില് ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെയ്ബിലെ മെമ്പേഴ്സ് ഉള്ളത്. ഈവൻ ദോ ചെയർമാൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കുമെങ്കിലും ഈ ചെയർമാനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ഉണ്ടാവും ആൻഡ് ദേ വുഡ് ബി ഗിവിംഗ് ദി അഡ്വൈസ്. അപ്പൊ ഈ മെമ്പേഴ്സ് ആയിരിക്കും അതിനുള്ള അഡ്വൈസ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇപ്പൊ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു അഡ്വൈസ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ സിവിൽ സർവൻസ് നമ്മുടെ മന്ത്രിമാരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അല്ലെ. അപ്പോ അവര് അഡ്വൈസ് ചെയ്യുന്ന ഒരു ബോർഡാണ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഓർ കെയ്ബ് എന്ന് പറയുന്നത്. അപ്പോ ഗവൺമെന്റിന് പുതിയ നയങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ ആക്ടുകൾ കൊണ്ടുവരണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന കെയ്ബ് ആയിരിക്കും. ഓക്കെ. പിന്നെ സെറ്റപ്പ് ഫോർ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഇൻ കൺകറന്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റിലാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതൊന്ന് ചെക്ക് ചെയ്യണേ. അപ്പം കൺകറന്റ് ലിസ്റ്റിലുള്ള നമുക്ക് 3 ലിസ്റ്റുകളാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ആർക്ക് തീരുമാനമെടുക്കാം? സെൻട്രൽ ഗവൺമെന്റിന് തീരുമാനമെടുക്കാം. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പോലീസ് ആയിക്കോട്ടെ, പിന്നെ പോലീസ് ആണെങ്കിലും പിന്നെ പോലീസ്, പിന്നെ അതുപോലെ ഹെൽത്ത്, ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണ്, സ്റ്റേറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് തനിയെ എന്ത് ചെയ്യാം, ഡിസിഷൻ എടുക്കാം. ഇനി യൂണിയൻ ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണെങ്കിലോ ഇപ്പൊ പോസ്റ്റേജ്, റെയിൽവേ, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഡിസിഷൻ എടുക്കുന്നത് ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് നോ സേ ഇൻ ദാറ്റ് അല്ലെ. അപ്പൊ അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തില്ല, പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. അപ്പൊ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും വരുന്ന, അപ്പൊ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്, ഈ പറയുന്ന സ്റ്റേറ്റിനും ഇതിനും ഒരേപോലെ പവർ ഉണ്ട്. പക്ഷെ ഫൈനൽ സേ വുഡ് ബി ഓഫ് യൂണിയൻ ഗവൺമെന്റ്. അപ്പോ കൺകറന്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിനകത്ത് തീരുമാനം എടുക്കാം, യൂണിയൻ ഗവൺമെന്റിന് തീരുമാനം എടുക്കാം. പക്ഷെ യൂണിയൻ ഗവൺമെന്റിന്റെ തീരുമാനത്തിനായിരിക്കും കുറച്ചും കൂടി പവർ കൂടുതൽ അല്ലെ. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ വ്യവസ്ഥിതിയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് യൂണിറ്ററി ഗവൺമെന്റ് ആണ് നമ്മുടെ, അതായത് യൂണിയൻ ആണ് കുറച്ചും കൂടെ പവർ കൂടുതലുള്ളത്. ഈവൻ ദോ നമ്മുടെ ഒരു ഫെഡറൽ രാജ്യമാണെന്ന് പറഞ്ഞാലും, ഫെഡറൽ രാജ്യം എന്ന് പറയുമ്പോൾ എന്താണ്, 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. യൂണിയൻ ഗവൺമെന്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട് അല്ലെ. സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. അതിനെയാണ് ഫെഡറൽ രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണ്. എന്നിരുന്നാൽ പോലും അതിന് കുറച്ചും കൂടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിന്റെ ഫൈനൽ സേ എന്ന് പറയുന്നത് ആരായിരിക്കും? ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ പറയുന്ന കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ ഫീൽഡിൽ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കോപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന കെയ്ബ് ആണ്, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് ഈസ് NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അല്ലെ. NCERT എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് അറിയാവുന്നത് ടെക്സ്റ്റ് ബുക്ക് ഒക്കെയാണ് അല്ലെ. അത് തന്നെയാണ് NCERTയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT 1961. ഓക്കെ. എന്താണ് NCERTയുടെ ഫംഗ്ഷൻ? എൻകറേജ് റിസർച്ച്, പ്രിപ്പറേഷൻ ഓഫ് കരിക്കുലം ഫോർ നേഷൻ, റിസർച്ച് എൻകറേജ് ചെയ്യുക, കരിക്കുലം പ്രിപ്പയർ ചെയ്യുക, പിന്നെ സർവീസ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുക, അതായത് ടീച്ചേഴ്സിനുള്ള സർവീസ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുക, പബ്ലിക്കേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ജേർണൽസ്, ഇതൊക്കെയാണ് NCERTയുടെ ഫംഗ്ഷൻ. ഓക്കെ. ഇനി ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? SCERT അല്ലെ, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും എന്തുണ്ട്? SCERT, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. ക്ലിയർ ആണല്ലോ അത്? ഇനിയാണ് ന്യൂപ. ഇതിന് 2 പേരുണ്ട്. ആദ്യം അത് NIPA ആയിരുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നായിരുന്നു. ഇപ്പൊ അതിനെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ അത് അറിയപ്പെടുന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ഓക്കെ. അപ്പൊ ആദ്യം അത് എന്തായിരുന്നു? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നായിരുന്നു. ഇപ്പോ അതെന്താണ്? നാഷണൽ
യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, 1961 ഫോം ചെയ്തത്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? പ്ലാനിംഗ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദി കൺട്രി. നമ്മുടെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ന്യൂപ്പയുടെ ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി NCTE, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ UGC എന്താണോ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ UGC ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് എന്താണോ അത് തന്നെയാണ് B.Ed കോളേജുകൾക്ക് NCTE, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അതായത് B.Ed കോളേജുകളുടെ അഫിലിയേറ്റിംഗ് ബോഡിയാണ് എന്ത്? NCTE എന്ന് പറയുന്നത്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, NCTE. എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി അഷ്വറൻസ്, ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് അഫിലിയേഷൻ കൊടുക്കുക. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പോ NCTE എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? UGCക്ക് ഇക്വലന്റ് ആണ്. UGC ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് ഉള്ള അപ്പെക്സ് ആണെങ്കിൽ NCTE ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അപ്പെക്സ് ബോഡിയാണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ക്ലിയർ ആണോ? ഇതൊക്കെ അങ്ങനെ തന്നെ ചേർത്ത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കണക്ട് ചെയ്ത് ഞാൻ മറന്നുപോകില്ല. അപ്പൊ UGCയും NCTEയും സിമിലർ ആയിട്ടുള്ള ബോഡികളാണ്. അടുത്തത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, NAC. അത് മാറിയപ്പോ NAC വരണം അല്ലെ, HESIയുടെ ഭാഗമായിട്ട്. ഇത് UGCയുടെ കീഴിലുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം UGCയുടെ കീഴിലാണ് NAC വരുന്നത്, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. 1994 ഇത് വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അസസ് ചെയ്യാനും അക്രഡിറ്റേഷനും. അതായത് ഇപ്പൊ കോളേജുകളെ അസസ് ചെയ്യുന്നത് ആരാണ്? NAC ആണ്. UGC എന്നല്ല നേരിട്ട് വരുന്നത്. UGCയുടെ ഫംഗ്ഷൻ എന്ത് മാത്രമാണ്? അവർക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഫണ്ട് കൊടുക്കാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ യോഗ്യതാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? NAC ആണ് അല്ലെ. NAC വിസിറ്റ് എന്നാണ് നമ്മൾ പറയാ. അപ്പൊ NACന്റെ ടീമായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇൻസ്റ്റിറ്റ്യൂഷനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അസസ് ചെയ്തിട്ട് അവരൊരു ക്രെഡിറ്റ് കൊടുക്കും. ഇപ്പൊ A+, B+, A++, ഇങ്ങനെയൊക്കെ ക്രെഡിറ്റ്സ് കൊടുക്കും. ഓക്കെ. എന്നിട്ട് ഇത് എന്താണ് UGCക്ക് കൈമാറിയിട്ട് UGC ആണ് എന്ത് ചെയ്യുന്നത്? ഫണ്ട് റേസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അതാണ് NAC എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ 1994 ഫോം ചെയ്തത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബംഗളൂരു ആണ്. ഇത് റെക്കമെൻഡ് ചെയ്തത് 1986 NEP ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. NPE എന്നും എഴുതാറുണ്ട്, മാറിപ്പോയത്. NPE എന്ന് പറഞ്ഞാലും NEP എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, അപ്പൊ NPE 1986 ആണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. എന്ത്? ഈ NAC വരണം എന്ന് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ NAC എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ബോഡിയാണ്, ഒരു സ്വയംഭരണ അവകാശമുള്ള ബോഡിയാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നെ ഡയറ്റ് എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് ട്രെയിനിങ്, അതായത് സർവീസിലേക്ക് കയറുന്നതിന് മുന്നേ ആ സർവീസിലുള്ളവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുക. പിന്നെ ഈ സർവീസിൽ ഇരിക്കെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. പിന്നെ കരിക്കുലർ ഡിസൈൻ ചെയ്യുക, കരിക്കുലം ഇവാലുവേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബോഡിയാണ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ NIOS എന്ന് പറയുന്നത് ഓപ്പൺ സ്കൂളിംഗ് ആണ് അല്ലെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ്. അത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബോഡിയാണ് NIOS എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ബോഡി അല്ലെ, NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പണ്ട് എക്സാം നടത്തിക്കൊണ്ടിരുന്നത്, നെറ്റ് നടത്തിക്കൊണ്ടിരുന്നത് UGC ആയിരുന്നു, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. പിന്നെ അത് CBSE നടത്താൻ തുടങ്ങി. ഇപ്പോഴാണ് അത് ലേറ്റസ്റ്റ് ആയിട്ട് NTA കൈമാറിയത് അല്ലെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഓക്കെ, ഇറ്റ് ഇസ് അപ്രൂവ്ഡ് അണ്ടർ ദി ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. അപ്പൊ NTA എന്ത് ബോഡി ആയിരിക്കും? NTA എന്ത് ബോഡി ആയിരിക്കും? ആക്ടിനെ ബേസ് ചെയ്തിട്ടല്ലേ വന്നത്? വെരി ഗുഡ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെ, കാരണം ആക്ട് ബേസ് ചെയ്തിട്ട് വന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. യെസ്, വെരി ഗുഡ്. ഇനി CSIR, നമ്മുടെ UGC പോലെ തന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ ഏറ്റവും അപ്പെക്സ് ബോഡിയാണ്. നമുക്ക് UGC എന്താണോ അതാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ എടുക്കുന്നവർക്ക് അവരുടെ അപ്പെക്സ് ബോഡി എന്താണ്? CSIR ആണ്. ഓക്കെ, എന്താണ്? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. 1942 അത് ഫോം ചെയ്തത്. ഓക്കെ, പിന്നെ അഗ്രികൾച്ചറിന്റെ മാത്രമായിട്ട് ഒരു അപ്പെക്സ് ബോഡി ഉണ്ട്, അതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ICAR. ഇറ്റ് ഈസ് an autonomous body working under DARE, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്വയംഭരണ സംവിധാനമാണ് എന്ത്? ICAR എന്ന് പറയുന്നത്. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി അടുത്തത് ICMR ആണ്.
മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ബയോമെഡിക്കൽ റിസർച്ചിന്റെ ഏറ്റവും അപ്പെക്സ് ബോഡിയാണ്. പിന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നു, സോഷ്യൽ സയൻസ് ആർട്സ് ആൻഡ് സയൻസിൽ വരുന്നതല്ലേ, അവർക്ക് UGCയുടെ കീഴിലല്ലേ, അപ്പൊ അവരുടെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് UGC അല്ലേ, പിന്നെ എന്താണ് ഇവർക്ക് വേറെ ബോഡി എന്നത്? ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സയൻസിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് എക്സ്ക്ലൂസീവ് ബോഡി ICSR എന്ന് പറയുന്നത്. ബാക്കി ഏത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊന്നും സ്പെസിഫിക് ആയിട്ട് വേറൊരു ബോഡി ഇല്ല. പക്ഷേ സോഷ്യൽ സയൻസിന് അപ്പൊ ICSSR എന്ന് പറയുന്നത് ശരിക്കും സോഷ്യൽ സയൻസ് ഏതിലാണ് വരിക? നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് സബ്ജക്റ്റിലാണ് വരുന്നത്. സോഷ്യൽ സയൻസ് ICSSR കൗൺസിൽ സോഷ്യൽ സയൻസ്. ഓക്കെ ഓക്കെ, എന്നാ എനിക്ക് ഭയങ്കരമായിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ കമ്മിങ് ഡൗൺ. ഗുഡ് നൈറ്റ്.